നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് ഭരണകർത്താക്കളായിട്ടുള്ള നേതാക്കൾ, മത നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നത് പൊതുവെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് പറയാറുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട്, സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യമായിട്ട് ആരും അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പം രാഷ്ട്രീയക്കാരായിട്ടുള്ള ഭരണകർത്താക്കൾ മത നേതാക്കളുടെ അടുത്ത് കയറി ഇറങ്ങിയതിനെ പറ്റിയുള്ള ഒരു ആക്ഷേപമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മത നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പോലും കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തന്നെ അരമന കയറി ഇറങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയാനുണ്ടായൊരു വിഷയം അതല്ല. ഒരു വർഗീയ മാലിന്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് മത നേതാക്കളെ ചിലർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, വർഗീയ മാലിന്യം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെ മറ്റൊരു വർഗീയ മാലിന്യം, അതിനെ വർഗീയ മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയല്ലേ. ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയതാണ്. ഇത് വിമർശന വിധേയമായിട്ട് സോഷ്യൽ മീഡിയയിൽ പലരും അത് വിമർശന വിധേയമായിട്ട് പറയുന്നുണ്ട്. പൊതുവേ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ്ങാണ്. യൂത്ത് ലീഗ് ഒരു പ്രസ്താവനയായിട്ട് അവരെ ഇറക്കിയിരിക്കുകയാണ്. വർഗീയ മാലിന്യത്തെ ആശ്ലേഷിച്ചത് നിഷ്കളങ്കമല്ലെന്ന്. അത് മുസ്ലിം യൂത്ത് ലീഗിന് അത് പറയാനുള്ള അർഹതയുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് വർഗീയ മാലിന്യമാണ് എന്ന് ഈ പറഞ്ഞ ഈഴവ സമുദായത്തിനെ കൊണ്ടും അല്ലെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തിനോട് എതിർപ്പുള്ള വിഭാഗത്തിനെ കൊണ്ടും പറയിപ്പിക്കുന്നതിന് സമാനമല്ലേ അത്? അതായത് ഒരു വർഗീയ മാലിന്യത്തെ മറ്റൊരു വർഗീയ മാലിന്യം എന്ന് ആക്ഷേപിക്കുന്നതിനോളം അപഹാസ്യം മറ്റെന്തുണ്ട്? സ്വയം വിമർശന വിധേയമാക്കേണ്ട ഒരു കാര്യമല്ലേ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സാമുദായ സൗഹൃദം എന്ന് പറയുന്നത് എത്രമാത്രം വിലപ്പെട്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ മുസ്ലിം സമുദായം ഏകദേശം ഒരു 28-30% വരും അല്ലേ. ഹിന്ദു സമുദായം അതിനേക്കാളും കൂടുതലാണ്. ഈ ഈഴവരെന്ന് പറയുന്നത് തന്നെ ഈ എല്ലാ മുസ്ലിം സമുദായത്തും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്രയും ഉണ്ടാവുമോ അത്രയും വരുന്നൊരു വലിയൊരു വിഭാഗമാണ് ഈഴവ സമുദായം തന്നെ. അതായത് ഈഴവ സമുദായത്തിൻ്റെ ഏറ്റവും വലിയൊരു നേതാവാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഇപ്പം മുസ്ലിം വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോട് എതിർപ്പുള്ളവർക്ക് അങ്ങേരെ വേണമെങ്കിൽ ഏത് രീതിയിൽ ആക്ഷേപിക്കാം. പക്ഷേ ഈ ഈഴവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അതെന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? അതായത് മുസ്ലിങ്ങളുടെ മലപ്പുറത്തുള്ള അല്ലെ പാണക്കാടുള്ള സാദിഖലി ശിഹാബ് തങ്ങളോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളുപരി നമുക്കങ്ങനെ തന്നെ ഇതിൻ്റെ ഈ ജനാധിപത്യ രാജ്യമാണല്ലോ ഇത്. ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ട്, ജനങ്ങളുടെ അംഗീകാരം, അതാണല്ലോ ഓരോരുത്തരുടെ മാനദണ്ഡമായിട്ട് കാണേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏകദേശം 1 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ അണികൾ ഉള്ളതെന്നാണ് ഒരു ഏകദേശ കണക്ക് പറയുന്നത്. അതായത് മുസ്ലിങ്ങളിൽ തന്നെ ഏകദേശം 35 ലക്ഷം 40 ലക്ഷത്തോളം വരുന്ന വിഭാഗം ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരു ആൾക്കാരാണെന്നാണ് പൊതുവെ ഒരു ഏകദേശ കണക്ക് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളൊക്കെ ഉൾപ്പെട്ട EP വിഭാഗം എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കൂടുന്നതിനേക്കാളും കൂടിയ ജനസംഖ്യയുള്ള ഒരു സംഘത്തിൻ്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ വർഗീയ മാലിന്യം എന്ന് ആക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാളും ഇരട്ടിയിലായിട്ട് ഈ വർഗീയ മാലിന്യം എന്ന് ഈ പാണക്കാട് തങ്ങളെയും അല്ലെങ്കിൽ AP വിഭാഗത്തിനെയോ അവരുടെ ഏറ്റവും വലിയ ഉസ്താദിനെയോ ഒക്കെ ആക്ഷേപിക്കാനുള്ള ഒരു അവസരം, ഒരു വഴി തുറന്നു കൊടുക്കുകയല്ലേ സത്യം പറഞ്ഞാൽ യൂത്ത് ലീഗ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും അപഹാസ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇതെങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? ഇപ്പോൾ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് അവരവരുടെ ഒരു നേതാവായിട്ട്
ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ അനേകം എതിർപ്പുള്ളവർ തന്നെയാണ്. ഞങ്ങൾക്കും അങ്ങനെ എതിർപ്പുണ്ട്. പക്ഷേ അത് അങ്ങനെ എതിർപ്പില്ലാത്തവരുള്ള ഏത് നേതാക്കളാണ് ഈ ഭൂമിക്ക് മുകളിലുള്ളതെന്നിപ്പം ഈ പറയപ്പെട്ട ഏതെങ്കിലും തങ്ങൾമാരോട് എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും യോജിപ്പുണ്ടോ? പല കാര്യത്തിനകത്ത് എതിർപ്പില്ലേ? എത്ര വലിയ ഉസ്താദുമാരോടും ഇല്ലേ? ഏത് വലിയ തിരുമേനിമാരോടും ഇല്ലേ? ഇതെല്ലാവരോടും ഉണ്ട്. ഇപ്പം തിണ്ണ തിരക്കാൻ പോകില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പോലും കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തന്നെ ലത്തീൻ അതിരൂപത, തിരുവനന്തപുരത്തുള്ള ലത്തീൻ അതിരൂപതയിലേക്ക് വൈകിട്ട് ഓടിപ്പോയത് നമ്മളെല്ലാവരും കണ്ടതല്ലേ? ആദ്യത്തെ ദിവസം തന്നെ. രണ്ടാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ 2 പേരെ പറഞ്ഞു വിട്ടതും നമ്മളെല്ലാവരും കണ്ടതല്ലേ? കെ മുരളീധരനെ, CP ജോണിനെ. അപ്പം ഈ ലത്തീൻ അതിരൂപത എന്നൊക്കെ പറഞ്ഞാൽ ഈ 3-ാം വിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിൽ ക്രിസ്ത്യൻ വിഭാഗം വരുന്നത്. ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ ഏകദേശം ഈ രൂപതകൾ തന്നെ ഏതാണ്ട് 32, 13, 44 രൂപതകളുണ്ട്. ഈ 44 രൂപതയിലെ വെറും ഒരേ ഒരു രൂപതയാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 44-ൽ 1 എന്ന് വേണമെങ്കിൽ ഒരു ഏകദേശ കണക്ക് വേണമെങ്കിൽ പറയാം. സീറോ മലബാർ സഭയാണ് ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ വിഭാഗം. അതിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ തലവൻ എന്ന് പറയുന്നതാണ് കർദിനാൾ എന്ന ലേബലിൽ അറിയപ്പെടുന്ന റാഫേൽ തട്ടിൽ എന്ന് പറയുന്നത്. റാഫേൽ തട്ടിൽ പിതാവ് എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു ഔദ്യോഗിക പേര്. ഇപ്പം ശിഹാബ് തങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു പേരാണ് റാഫേൽ തട്ടിൽ പിതാവ്. പേര് പറയുകയാണെങ്കിൽ റാഫേൽ തട്ടിൽ. മറ്റേ സാദിഖ് അലി ശിഹാബ് അല്ലേ? അങ്ങനെയല്ലേ? ഇനി തങ്ങൾ എന്നുള്ളത് മതപരമായിട്ട് ആഡ് ചെയ്യുന്ന. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് എന്നുള്ളത് മതപരമായിട്ട് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെയല്ലേ ഓരോരുത്തരുടെ ഔദ്യോഗിക സ്ഥാനം. ഏകദേശം വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാളും ഒക്കെ ജനാധിപത്യ രീതിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടി ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു സമുദായത്തിൻ്റെ നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതാ നേതാവ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോയി അവിടെ അനുഗ്രഹമോ ഇനി എന്താണെങ്കിലും ശരി ആശീർവാദം അത് വാങ്ങി. അതിനകത്ത് ഇത്ര ആക്ഷേപഹാസ്യമായിട്ട് എന്താ ഇരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ നമ്മുടെ മുഖ്യമന്ത്രി ഈ ലത്തീൻ അതിരൂപതയിൽ പോയത് അതിനേക്കാളും അപഹസിക്കപ്പെടേണ്ടതല്ലേ? അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇവിടെ കേരളത്തിൽ ED റെയ്ഡും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിണറായി വിജയൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ ഭയങ്കര പ്രമാദമായിട്ടിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നു. 2 ദിവസമായിട്ട് പത്രക്കാരോട് ഒരക്ഷരം മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് കേരളത്തിൽ വന്നിട്ടും ഒരു പത്രക്കാരോട് ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നേരെ മലപ്പുറത്ത് വന്നിട്ട് ഇതേ പറഞ്ഞ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവെന്നുള്ള അവകാശപ്പെടുന്ന ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി ആശ്ലേഷിക്കുന്നതൊക്കെ നമ്മൾ പത്രത്തിലൂടെ കണ്ടതല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ അതിൻ്റെ ഇരട്ടി ജനവിഭാഗമുള്ള ഈ ഈഴവ സമുദായം അങ്ങനെയാണെങ്കിൽ അതിനെ ഏത് രീതിയിലാണ് അപഹസിക്കേണ്ടത്? അതായത് മുസ്ലിം യൂത്ത് ലീഗുകാർ ആക്ഷേപിച്ചതിൻ്റെ ഇരട്ടിയിൽ ആക്ഷേപിക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. അതെന്തുകൊണ്ട് കാണുന്നില്ല? അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ വർഗീയ കക്ഷികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അല്ല താറടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയ ധ്രുവീകരണം അതിഭയാനകമായിട്ട് വരും. ഇവിടുത്തെ ഏറ്റവും വലിയ ബോംബ് എന്ന് പറയുന്നത് ഈ വർഗീയ ശക്തികളുടെ കൂട്ടയടിയാണ്. അല്ലാതെ ഈ ദൈവം ഇല്ലാത്തവരെ കൊണ്ടൊന്നും യാതൊരു ശല്യവുമില്ല. ദൈവം ഇല്ല എന്ന് പറയുന്നവരെ കൊണ്ടൊന്നും. ഇവിടെ ദൈവം ഉണ്ടെന്ന് അവകാശപ്പെട്ട് നടക്കുന്നവരല്ല, തങ്ങളുടെ ദൈവം തന്നെയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് അവകാശപ്പെടുന്നവരുടെ പ്രശ്നങ്ങളാണ് ഈ സമൂഹത്തിൽ. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ധ്രുവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, അതാണല്ലോ നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെപ്പറ്റി വലിയൊരു വാഗ്വാദം നടന്നിരുന്നു. ചരിത്രം പഠിച്ചവർക്കറിയാം. അതായത് ഭയങ്കരമായൊരു വാഗ്വാദം നടന്നത്. എല്ലാം പൂർത്തീകരിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത് ദൈവനാമത്തിൽ വേണമെന്നും അതങ്ങനെ പാടില്ല എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തതയ്ക്ക് അത് ഒരിക്കലും യോജിക്കുന്നതല്ല. കാരണം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാം ഒരേ തുല്യ അവകാശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും ഒരേ അവകാശം വരുന്ന ഒരു ഭരണഘടന ദൈവനാമത്തിൽ അവതരിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ചർച്ച കൊടുമ്പിരി കൊണ്ട് അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ അവിടെയാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഈ വീഡിയോ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്.
ആ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഭരണഘടനാ അസംബ്ലി വോട്ടിനിട്ടിട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ തോൽപ്പിച്ച ചരിത്രം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലുണ്ടായി. ലോക ചരിത്രത്തിൽ ആദ്യമാണ്, ഇന്ത്യയിലെ മാത്രമല്ല പറഞ്ഞത്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ച ചരിത്രം. അതായത് ദൈവനാമത്തിൽ ഭരണഘടന അവതരിപ്പിക്കേണ്ടത് ഇല്ല എന്ന് 68 വോട്ടും ദൈവനാമത്തിൽ അവതരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 41 വോട്ടും, അതായത് 109 പേരായിരുന്നു അന്ന് ഭരണഘടനാ അസംബ്ലിയിൽ വോട്ടവകാശമായിട്ടുണ്ടായിരുന്നവർ. ആ 109 അംഗത്തിൽ 68 പേര് ദൈവനാമത്തിൽ ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിക്കേണ്ടതില്ല എന്ന് വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഈ വോട്ട് ചെയ്തവരിൽ പകുതിയും ദൈവവിശ്വാസികൾ തന്നെയായിരുന്നു. പക്ഷേ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇന്നും നമുക്കറിയാം ഓരോ മന്ത്രിമാരും ഓരോ ഭരണ നേതാക്കളും, അതൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും കൂടെ അവർ അധികാരമേൽക്കുവാൻ നേരത്തെ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ ചിലവർ ദൈവനാമത്തിലും ചിലവർ സഗൗരവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉൾക്കൊണ്ട് വേണം ഈ മത നേതാക്കളാണെങ്കിലും ഈ വർഗീയ സംഘടനകളാണെങ്കിലും ഈ സംഘർഷത്തിലേക്ക് ഒരു സന്ദേശം അയക്കേണ്ടത്. അതാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരു മത നേതാക്കൾ അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ട അനുയായികൾ അവരുടെ മത നേതാക്കളെ കാണുമ്പോഴത്തേക്കും അത് വർഗീയ മാലിന്യമാണ് എന്ന് ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ മത നേതാക്കൾ അതിനേക്കാളും വൃത്തികെട്ട വർഗീയ മാലിന്യം ആണ് എന്ന് നിങ്ങൾ തന്നെ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത്രമാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് പറഞ്ഞു വെക്കാനുള്ള ഒരൊറ്റ ഭാഗം ഇത്രയേ ഉള്ളൂ. ഈ വർഗീയത ഏറ്റുപിടിക്കുന്നവരും അത് പറയുന്നവരും തമ്മിൽ തല്ലിക്കുന്നവരുമാണ് ഏറ്റവും വലിയ ഇവിടുത്തെ വർഗീയ ബോംബുകൾ. അതല്ലാതെ ഈ വർഗീയതയോട് വലിയ ആഭിമുഖ്യം ഇല്ലാത്തവർക്കൊന്നും ഇതൊന്നും വലിയ പ്രശ്നങ്ങളുമല്ല. ഇത് മാത്രമാണ് ഈ സമൂഹത്തിൽ ഇന്ന് ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവത്തിലൂടെ അറിയാനുള്ളത്. നന്ദി.